ഗായ്സ് വെൽക്കം ബാക്ക് ടു എസ് വ്ളോഗ്. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ വണ്ടിയുടെ ആക്സിലേറ്റർ കേബിളും കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടന്നാലോ. ആദ്യം നമുക്ക് ഈ ഒരു സീറ്റിൻ്റെ ഭാഗവും ടാങ്കിൻ്റെ ഭാഗമൊക്കെ നമുക്ക് ഇതിൽ അഴിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഈ ഒരു കേബിളിൻ്റെ റേറ്റ് 239 രൂപയാണ് വരുന്നത്. MRP നോക്കണ്ട, 239 രൂപയാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഷോറൂമിൽ നിന്ന്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ഭാഗം അഴിക്കാം. നമ്മുടെ ഒരു സ്പാനർ ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ നമ്മൾ റിങ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഏകദേശം ഇപ്പോൾ നമ്മൾ അഴിച്ചു കഴിഞ്ഞ് ഇനി നമുക്കത് മുന്നിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ടീ മേടിച്ചത് നമ്മുടെ പയ്യൻ വന്നിട്ടുണ്ട്. ഇനി അതിലത് പരിപാടി നടക്കില്ലേ. ഇനി നമുക്ക് നമ്മുടെ ആക്സിലേറ്ററിൻ്റെ ഭാഗം അഴിക്കാം. നമ്മുടെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം അഴിക്കാൻ ഇത്തിരി ടാസ്ക്കുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ആ സൈഡിലൂടെ പതുക്കെ ഇട്ടെടുത്താൽ മതി. പതുക്കെ ഹെഡിൻ്റെ ഉള്ളിലൂടെ എടുക്കട്ടെ പുറത്തേക്ക്. നമുക്ക് ഈ ബോട്ടാ ടൈറ്റാണ്. ഇത് അഴിച്ചിട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് എടുക്കാം. ക്യാമ്പിൽ നമ്മൾ ടാപ്പൊക്കെ അടിച്ച് വെച്ച കോലാണ് ഇട്ടാക്കി കാണുന്നത്. ഇവിടുത്തെ വിഷ്വൽ നമുക്ക് കാണാൻ കഴിയുമെന്ന് എനിക്കറിയില്ല കേട്ടോ. കുറച്ച് പണിയുള്ള പണിയാണ്. ഓക്കെ, അതിന് റിമൂവ് ആയിട്ടുണ്ട്. ഇതിനുള്ളിൽ ആക്സിലേറ്റർ കേബിൾ കൊടുക്കാൻ വേണ്ടി നമുക്ക് ചെറിയൊരു നോബ് പോലെ സാധനമുണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് റിമൂവ് ആക്കാം. അപ്പോൾ നമ്മുടെ പഴയ ആക്സിലേറ്റർ കേബിളിൻ്റെ ശോകാവസ്ഥ ഉണ്ട്. സോ അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ കേട്ടോ ആക്സിലേറ്റർ കേബിൾ കോയിൻസൈറ്റ്. അതെ, നമ്മൾ അതിൻ്റെ ഉള്ളിലൂടെ കൊണ്ടുവന്നിട്ടതേ നമ്മുടെ കേബിൾ ഇതിൽ എത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിലൊന്ന് ലോക്ക് ചെയ്ത് കൊടുത്ത ചടങ്ങ് കഴിഞ്ഞു. അതൊക്കെ നമ്മളതേ ഇങ്ങനെ ചുറ്റി കൊടുത്ത് ടൈറ്റ് ചെയ്യാം കേട്ടോ. അതൊക്കെ ശ്രദ്ധിക്കുക. ഈ ഒരു ഭാഗം നമ്മൾ ഇടുമ്പോൾ സമയത്ത് നല്ലോണം ശ്രദ്ധിക്കുക. കാരണം കുറച്ച് ടാസ്ക് വിളിച്ച പരിപാടിയാണ് ഈ ഒരു സൈഡിൽ ആക്സിലേറ്റർ കേബിൾ ടൈറ്റ് ചെയ്യുക എന്നാൽ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചിട്ടൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ അതെ ഏകദേശം കഴിഞ്ഞിട്ട് അത് ഇത് ടൈറ്റ് ചെയ്യുക, ബാക്കിയുള്ള എടുത്ത് ചെയ്യുക, അതൊക്കെയാണ് അടുത്ത പരിപാടികൾ. അപ്പോൾ നമ്മുടെ ആക്സിലേറ്റർ കേബിൾ നമ്മൾ എന്ത് ചെയ്തു, ഇതിനിട്ട് എൻജിൻ സൈഡിലൂടെ നേരെ കാർബറേറ്റർ ഇതിൻ്റെ അടിയിലൂടെ നമ്മുടെ എയർ ഫിൽറ്ററിൻ്റെ അടിയിലൂടെ നേരെ കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സൈഡിലൂടെ കിട്ടാൻ വേണ്ടിയിട്ടോ. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുന്നവർ. ഓക്കെ, അപ്പോൾ അതായത് നമ്മുടെ ബാക്കിയും കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ പരിപാടി കഴിഞ്ഞു. നമ്മുടെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നേരെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ആ ഒരു സ്ക്രൂ കൂടി ടൈറ്റ് ചെയ്തിട്ട് 10ൻ്റെ ടീ വന്നുകൊണ്ട് നമ്മൾ കാര്യം ഇപ്പോൾ വേഗം കഴിഞ്ഞു കേട്ടോ. മറ്റേത് നമ്മൾ സ്പാനറാകുമ്പോൾ നമുക്ക് പണി കിട്ടത്തുള്ളേ. നമുക്കത് ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ടീ സ്പാനർ വെച്ചിട്ട് പരമാവധി എല്ലാവരും കാര്യങ്ങൾ ചെയ്യാൻ ടൂൾസ് കൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക. ടാങ്ക് കംപ്ലീറ്റ് ഡസ്റ്റ് കിടക്കുക. ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് നമുക്ക് തന്നെ കയറ്റി വയ്ക്കാൻ വെച്ചിട്ട്. നമ്മുടെ ഇൻഡിക്കേറ്ററിൻ്റെ കാര്യമൊക്കെ തീരുമാനമായി. ഹസാർഡ് ഫ്ലാഷർ വെറുതെ കിടക്കുക. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ടാങ്കും കാര്യങ്ങളും അറേഞ്ച് ചെയ്യാം. ടാങ്കിൻ്റെ ഉള്ളിലെ കാര്യം തന്നെ അവസ്ഥ.
ഗായ്സ്, അപ്പോൾ നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണണമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.